വടകര മുനിസിപ്പാലിറ്റിക്കാർ വടകര നഗരസഭയിലെ ആളുകൾക്ക് ഒരു ആശ്വാസം നൽകുന്നൊരു വാർത്തയാണ് അടുത്തത് വരുന്നത്. ഇപ്പോൾ വടകര മുനിസിപ്പാലിറ്റിയിലെ പൂവാടൻ ഗേറ്റ് അടച്ചിട്ടിരുന്നു. റെയിൽവേ പണിയുന്ന അടിപ്പാത എത്രയും ഗതാഗതത്തിന് തുറന്നു കൊടുക്കും എന്നൊരു ശുഭവാർത്ത അവിടെ നിന്ന് വന്നിട്ടുണ്ട്. വെള്ളക്കെട്ട് നീക്കുന്ന നടപടി റെയിൽവേ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഭാഗം അടച്ചിട്ടിട്ട് വലിയ ബുദ്ധിമുട്ട്, പക്ഷേ അടിപ്പാത വന്നിട്ടും വെള്ളക്കെട്ട് നീന്തിയിട്ട് പോകേണ്ട ഒരു അവസ്ഥയും കൂടി അവിടുത്തെ വടകര പൂവാടൻ ഗേറ്റ് നിവാസികൾക്ക് വന്നിരുന്നു. അതിന് ഒരു നടപടി എന്നുള്ള ശുഭവാർത്ത കൂടി ഈ തിങ്കളാഴ്ച പുലരിയിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. വടകര മുനിസിപ്പാലിറ്റിയിലെ ജനകീയ വിഷയമായ പൂവാടൻ ഗേറ്റിൽ റെയിൽവേ പണിയുന്ന അടിപ്പാത എത്രയും വേഗം ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. വെള്ളക്കെട്ട് നീക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചതായും ഇവർ വ്യക്തമാക്കി. ഈ വിഷയം കഴിഞ്ഞ ദിവസം കോഴിക്കോട് വിഷൻ ചാനൽ പുറം ലോകത്തെ അറിയിച്ചിരുന്നു. അടിപ്പാതയുടെ നിർമ്മാണ ചുമതലയുള്ള കണ്ണൂരിലെ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ടി ഹബീബ് റഹ്മാന് ആക്ഷൻ കമ്മിറ്റി നൽകിയ നിവേദനത്തിലുള്ള മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. 2021 മാർച്ച് 31 അടിപ്പാത പണിയുന്നതിന് ലെവൽ ക്രോസ് അടച്ചത്. അന്നു മുതൽ ഇക്കാലം വരെ പൂവാടൻ ഗേറ്റുകാർ യാത്രാക്ലേശം അനുഭവിക്കുകയാണ്. ഈ വർഷം ജനുവരി 31 അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാകുമെന്നായിരുന്നു ബന്ധപ്പെട്ടവർ നൽകിയ ഉറപ്പ്. പിന്നീട് അത് മാർച്ച് 31 തീർക്കുമെന്നായി. പണി പൂർത്തിയായെങ്കിലും ഇപ്പോൾ അടിപ്പാത പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. മഴവെള്ളം പൂർണ്ണമായും ജലസംഭരണി എന്നതുപോലെ അടിപ്പാതയിൽ കെട്ടി നിൽക്കുന്നുണ്ട്. പൂവാടൻ ഗേറ്റ് പരിസരവാസികൾ അനുഭവിക്കുന്ന യാത്രാക്ലേശത്തിന് അറുതി വരുത്തുവാൻ റെയിൽവേ ഉദാസീനത വെടിയണമെന്ന് ആവശ്യപ്പെട്ടാണ് ആക്ഷൻ കമ്മിറ്റി സീനിയർ സെക്ഷൻ എഞ്ചിനീയർക്ക് നിവേദനം നൽകിയത്. വെള്ളം പമ്പ് ചെയ്ത് ഒഴിവാക്കുന്നതിനുള്ള സ്ഥിരം സംവിധാനം ഒരുക്കുവാൻ കരാർ നൽകിയതായി എഞ്ചിനീയർ ഹബീബ് റഹ്മാൻ നിവേദക സംഘത്തെ അറിയിച്ചു. 3.5 ലക്ഷം രൂപ ചെലവിൽ മോട്ടോർ സ്ഥാപിക്കുന്നതിനുള്ള കരാർ നൽകിയിട്ടുണ്ട്. മോട്ടോർ പ്രവർത്തിക്കുന്നതോടെ വെള്ളം നീങ്ങിക്കിട്ടുമെന്നും പിന്നാലെ അടിപ്പാതയിലെ ഉറവ അടയ്ക്കാൻ കഴിയുമെന്നും റെയിൽവേ വ്യക്തമാക്കി. ഈ പ്രവൃത്തി എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ അടിപ്പാത ഗതാഗതത്തിന് തുറന്നു കൊടുക്കുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, വടകര.